ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം നിങ്ങളുടെ കർമ്മത്തെ സ്നേഹിക്കുക. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാത്തേ സങ്കോസ്ത്വകർമ്മണി. നിനക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ അധികാരമില്ല. നിന്റെ കർമ്മങ്ങൾ ഫലത്തിനു വേണ്ടി മാത്രമാകരുത്. എന്നാൽ നീ കർമ്മം ചെയ്യാതിരിക്കുക എന്ന ദോഷത്തിൽ ചാടാനും പാടില്ല. പ്രിയരെ, പരീക്ഷ ജയിക്കുന്നത് മാത്രമാണ് തന്റെ കടമ എന്ന് ഒരു വിദ്യാർത്ഥി ചിന്തിക്കുകയാണെങ്കിൽ അധ്യയനകാലമായ 10 മാസവും അസന്തുഷ്ടനായി കഴിഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് തനിക്ക് ലഭിച്ചേക്കാവുന്ന ജയപരാജയങ്ങളെ ഓർത്ത് അസ്വസ്ഥചിത്തനായി കഴിയണം. നേരെ മറിച്ച് ഓരോ വരി വായിക്കുമ്പോഴും ആ വാക്കുകളിൽ കൂടി സുവ്യക്തമായിത്തീരുന്ന അറിവിൽ ആഹ്ലാദിക്കുകയാണെങ്കിൽ കർമ്മവും അതിന്റെ ഫലവും വിഭജിക്കപ്പെടുന്നില്ല. കർഷകൻ പാടത്ത് വിളയിക്കുന്ന നെല്ല് മുഴുവൻ തനിയെ ഭക്ഷിച്ച് കളയാമെന്ന് ആഗ്രഹിക്കുന്നില്ല. നെല്ലോലകൾ വളരുമ്പോഴും നെന്മണികൾ കതിരിടുമ്പോഴും അതിൽ അങ്കുരം വരുമ്പോഴും അയാൾ ആഹ്ലാദിക്കുന്നു. താൻ ചെയ്യുന്നതിന്റെ ഫലം മുഴുവനും തനിക്ക് ലഭിക്കണം എന്ന് ശഠിക്കുന്നത് മൂഢത്വമാണ്. മഹാത്മാഗാന്ധിയുടെ നിസ്വാർത്ഥമായ കർമ്മത്തിന്റെ ഫലം ഇന്ന് 125 കോടി ജനങ്ങൾ അനുഭവിക്കുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? കർമ്മം നമ്മുടെ കയ്യിലാണെങ്കിലും അതിന്റെ ഫലം നമ്മുടെ കയ്യിലില്ല എന്നുള്ള പരമാർത്ഥമാണ്. നമ്മുടെ തൊഴിൽ എന്തുമാകട്ടെ, ആഹ്ലാദത്തോടെ ആ ജോലിയിൽ മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ചു ചെയ്യുക. അതിന്റെ ഫലത്തെക്കുറിച്ച് വ്യാകുലനാകരുത്. കുഞ്ഞിന് അമ്മ മുല കൊടുക്കുന്നതോ, വൈദ്യൻ രോഗിയെ ചികിത്സിക്കുന്നതോ, ഗുരുവിദ്യ പറഞ്ഞു കൊടുക്കുന്നതോ എന്തെങ്കിലും പ്രതിഫലത്തെ ഉദ്ദേശിച്ചല്ല. ഏതവസ്ഥയിലും കർമ്മത്തിൽ നിന്ന് പിന്തിരിയരുത്. അതാണ് കർമ്മധീരത. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടൻ.